ഹായ് ഓൾ. ഇന്നത്തെ ഈ സെഷനിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരള PSCയിൽ ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് 0. ഓപ്ഷൻ എ, ദ വാല്യൂ ഓഫ് discounted future cash inflows and outflows are same. Option B, the firm will be running at BEP and hence no return on investment. Option C, expected total revenue are equal to total variable cost, excluding depreciation എന്നും കൂടെ ഉണ്ട്. ഓപ്ഷൻ ഡി, none of the above. ഇവിടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എപ്പോഴാണ് 0 ആവുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ഫോർമുല വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് PI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് നോക്കാം. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഡിസൈറബിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് മെത്തേഡ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ലേ. അതേപോലെ മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു NPV ഡിവൈഡ് ബൈ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ലേ എന്നാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഡിറൈവ് ചെയ്ത് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കുക, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു NPV ഡിവൈഡ് ബൈ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ലേ. ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 0 വരുന്ന സിറ്റുവേഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 0 വരുന്ന സിറ്റുവേഷൻ 0 വരണമെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ഈ ഒരു ഈ ഒരു ഫോർമുല പ്രകാരം ന്യൂമറേറ്റർ 0 വരുമ്പോഴല്ലേ ആൻസർ 0 കിട്ടുക. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം ക്യാഷ് ഇൻഫ്ലോ ഒരിക്കലും എന്താണ് 0 വരാൻ സാധ്യതയില്ല. അപ്പം രണ്ടാമത്തെ ഇക്വേഷൻ പ്രകാരമാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. NPV എന്താണ്, 0 വരുന്ന സിറ്റുവേഷൻ എന്താണ്, ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ വരുമ്പോഴാണ് NPV 0 ആവുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ഇത് പ്രകാരം ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കേ, ഏത് സിറ്റുവേഷനിലായിരിക്കും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 0 വരുന്നത്. ഓപ്ഷൻ എ, വാല്യൂ ഓഫ് ഡിസ്കൗണ്ടഡ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആർ സെയിം. അതായത് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് NPV എന്ന് പറയുന്നത്. ആ NPV 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 0 ആവുമല്ലോ. 0 ഡിവൈഡ് ബൈ സംതിങ് എന്നല്ല വരുന്നത്. അപ്പം ഇവിടെ നോക്കേണ്ടത് ആ ഇക്വേഷൻ പ്രകാരമാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കുക, വാല്യൂ ഓഫ് ഡിസ്കൗണ്ടഡ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആർ സെയിം. അത് രണ്ടും സെയിം ആകുമ്പോൾ നോർമലി എന്താവും, NPV 0 ആകും. സോ എന്താണ് ഇവിടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 0 ആവുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എയിലാണ്. ഇനി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ അക്സെപ്റ്റ് റിജക്റ്റ് ഡിസിഷനും കൂടെ ഒന്ന് നോക്കാം. PI ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു എ ഫേം ഇഫ് ദ ഡിമാൻഡ് ഓഫ് ഇസ് പ്രൊഡക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് ടെക്നോളജി. ലേറ്റസ്റ്റ് ടെക്നോളജി ബേസ്ഡ് ആണെന്ത് അവിടുത്തെ ഡിമാൻഡ് എങ്കിൽ ആ ഫേം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഏത് മെത്തേഡ് പ്രിഫർ ചെയ്യണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. ഓപ്ഷൻ ബി, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഓപ്ഷൻ സി, NPV. ഓപ്ഷൻ ഡി, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പേ ബാക്ക് പീരിയഡ് മെത്തേഡാണ്. ഈ പേ ബാക്ക് പീരിയഡ് മെത്തേഡാണ് ഇങ്ങനെ ടെക്നോളജിക്കൽ ഒബ്സൊല്യൂട്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത്, കാരണം എത്ര പെട്ടെന്ന് നമ്മുടെ ഇനീഷ്യൽ ഔട്ട്ലേ റിക്കവർ ചെയ്തെടുക്കാം എന്ന് നോക്കുന്ന മെത്തേഡാണ് ആ ഒരു ടൈമിൽ ഏറ്റവും സ്യൂട്ടബിൾ. അത് പേ ബാക്ക് പീരീഡാണ്. സോ ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന പേ ബാക്ക് പീരീഡാണ്. ദെൻ നെക്സ്റ്റ് ആണ്, ജസ്റ്റ് ഇൻ ടൈം മാനേജ്മെൻറ്റ് ഈസ് എ മോഡൽ യൂസ്ഡ് ഫോർ ദി മാനേജ്മെൻറ്റ് ഓഫ്. JIT മാനേജ്മെൻറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ, ഇൻവെൻട്രി. ഓപ്ഷൻ ബി, ഡെബ്റ്റേഴ്സ്. ഓപ്ഷൻ സി, കാഷ്വൽ വർക്കേഴ്സ്. ഓപ്ഷൻ ഡി, പ്രൊഡക്ഷൻ. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൻവെൻട്രിയിലാണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിലാണ് ജസ്റ്റ് ഇൻ ടൈം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് JIT എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ management also known as JIT inventory management or Toyota production system is a strategy that aim to minimize waste by producing goods only when needed. നമ്മുടെ വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജിയാണ് JIT അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്,
ഓൺലി വെൻ നീഡഡ്. നമുക്ക് അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക് പ്രൊഡക്റ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ ഡിമാൻഡ് അറൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഈ ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് ഈ ജസ്റ്റ് ഇൻ ടൈം റിലേറ്റ് ചെയ്ത കോൺസെപ്റ്റാണ്. ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക് ഫ്ലഷ് കോസ്റ്റിംഗ് ഈസ് ആൻ അക്കൗണ്ടിങ് മെത്തേഡ് ദറ്റ് ഡിലേസ് റെക്കോർഡിംഗ് കോസ്റ്റ് അണ്ടിൽ ദ എൻഡ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓർ ആഫ്റ്റർ ഗുഡ്സ് ആർ സോൾഡ്. ഇവിടെ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡിലേ ചെയ്ത് വെക്കുകയാണ്. എപ്പോഴാണ് നടക്കുന്നത്? എപ്പോഴാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നത്, ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സെയിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് ഇൻ റിലേഷൻ ടു മില്ലർ ഓർ മോഡൽ. മില്ലർ ഓർ മോഡലുമായി റിലേറ്റ് ചെയ്ത റോങ് ആയ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ക്യാഷ് ആർ ഫിക്സഡ്. ഓപ്ഷൻ ബി, ഇറ്റ് അസ്യൂം ദ യൂണിഫോം പാറ്റേൺ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോസ്. ഓപ്ഷൻ സി, ഇറ്റ് റെക്ടിഫൈസ് ദ ഷോർട്ട് കമ്മിങ് ഓഫ് ബോമോൾസ് മോഡൽ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോ. ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി, ഇറ്റ് അസ്യൂംസ് ദ യൂണിഫോം പാറ്റേൺ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എന്നാണ്. അപ്പോൾ എന്താണ് ബോമോൾസ് മോഡൽ എന്ന് നമുക്ക് നോക്കാം. It is a model that net cash inflow is completely stochastic. Completely stochastic എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് മോഡലാണ്. അപ്പം മില്ലർ ഓർ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ക്യാഷ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞൊരു മോഡലാണ്. ക്യാഷ് മാനേജ്മെൻറ്റ് മോഡലായിട്ടാണ് മില്ലർ ഓർ മോഡൽ അറിയപ്പെടുന്നത്. അവിടെ പറയുന്നത് ആ ഒരു മോഡൽ പ്രകാരം ക്യാഷ് അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഈസ് കംപ്ലീറ്റ്ലി സ്റ്റൊക്കാസ്റ്റിക് ആണ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ? റാൻഡമായിട്ടാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് റാൻഡമായിട്ടാണ് ക്യാഷ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് നോക്കി. ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് പറഞ്ഞത്? അതായത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് അസ്യൂം ദ യൂണിഫോം പാറ്റേൺ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. ഇവിടെ ക്യാഷ് ഇൻഫ്ലോ എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? യൂണിഫോമാണ്, ഒരേപോലെയാണോ മില്ലർ ഓർ മോഡൽ പറയുന്നത്? അല്ല, ഈ സ്റ്റൊക്കാസ്റ്റിക് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ റാൻഡമാണ്, എങ്ങനെയും റാൻഡമായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ യൂണിഫോമായിട്ട് ഫിക്സ് ചെയ്ത സാധനമല്ല, റാൻഡമായിട്ട് എങ്ങനെയൊക്കെയോ നടക്കുന്നു. അതാണെന്ത് മില്ലർ ഓർ മോഡൽ പ്രകാരം ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണിത് തെറ്റായി വരുന്നത്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ ചേഞ്ചസ് ഇൻ ക്യാഷ് ബാലൻസ് ഒക്കെ റാൻഡംലി ദ അപ്ലിക്കേഷൻ ഓഫ് കൺട്രോൾ തിയറി സെർവ് എ യൂസ്ഫുൾ പേർപ്പസ്. ഇവിടെ പറഞ്ഞത് റാൻഡമായിട്ടാണെന്ത് ക്യാഷ് ബാലൻസ് ഒക്കെ അറിയുന്നല്ലോ, ഒരേപോലെ ഒന്നുമല്ല ക്യാഷ് വരുന്നത്. ദ മില്ലർ ഓർ മോഡൽ ഈസ് വൺ ഓഫ് സച്ച് എ കൺട്രോൾ ലിമിറ്റ് മോഡൽ. നമുക്ക് എന്താ ഒരു കൺട്രോൾ ലിമിറ്റ് മോഡലായിട്ടും കൂടെ അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റ് ആക്ച്വലി കൺട്രോൾ ചെയ്യുന്ന ഒരു മോഡലായിട്ട് മില്ലർ ഓർ മോഡലിനെ പറയാം. ദിസ് മോഡൽ ഈസ് ഡിസൈൻഡ് ടു ഡിറ്റർമിൻ ദ ടൈം ആൻഡ് സൈസ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. ഈ ഒരു പർട്ടിക്കുലർ മോഡൽ പ്രകാരം എപ്പോൾ നമ്മൾ ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് സൈസിൽ നമ്മൾ എന്താണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ആ ക്യാഷ് വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഡീലിങ്സാണ് ക്യാഷും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ടൈമും സൈസും ഫിക്സ് ചെയ്യുന്ന ഒരു മോഡലാണെന്ത് മില്ലർ ഓർ മോഡൽ എന്ന് പറയുന്നത്. ഇൻ ദിസ് മോഡൽ കൺട്രോൾ ലിമിറ്റ്സ് ആർ സെറ്റ് ഫോർ ക്യാഷ് ബാലൻസ്. ക്യാഷ് ബാലൻസിനൊരു അപ്പർ ലിമിറ്റും ഉണ്ടാവും, ഒരു ലോവർ ലിമിറ്റും ആവും. മാക്സിമം ഇത്രയും ക്യാഷ് ബാലൻസ് എന്നും മിനിമം ഇത്രയും ക്യാഷ് ബാലൻസും അവിടെ സെറ്റ് ചെയ്തിട്ടാണ് ഈ മോഡൽ പറയുന്നത്. ദീസ് ലിമിറ്റ് മേ കൺസിസ്റ്റ് ഓഫ് എച്ച് ആസ് അപ്പർ ലിമിറ്റ്, Z as the return point and L as the lower limit. ആ പിക്ചർ പ്രകാരം പറയുന്നൊരു ഇതാണ്. ഇവിടെ നോക്കി, ഇതാണ് മില്ലർ ഓർ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗ്രാഫാണിത്. ഇതിൽ മാക്സിമം ലിമിറ്റും മിനിമം ലെവലും കണ്ടോ റിട്ടേൺ പോയിൻറ്റുമാണ്. അപ്പം ഈ ഒരു ലിമിറ്റ് പ്രകാരം അപ്പർ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത്രയും ക്യാഷ് മാക്സിമം എത്തി എന്ന് തന്നെ അർത്ഥം. മാക്സിമം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റബിൾ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് അത് നേരെ തിരിച്ച് നമ്മുടെ മിനിമം ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മാർക്കറ്റബിൾ മിനിമം ആയില്ല, ക്യാഷ് ബാലൻസ് ഇല്ല. അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് മാർക്കറ്റബിൾ സെക്യൂരിറ്റി സോൾഡ് ഔട്ട് ചെയ്ത് നമ്മുടെ ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു
മെത്തേഡ് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്ന് ക്യാഷ് മാനേജ്മെൻറ്റ് ഇങ്ങനെ ആവണമെന്ന് പറയുന്ന മോഡലാണ് എന്ത് മില്ലർ ഓർ മോഡൽ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ക്യാഷ് ആർ ഫിക്സ്ഡ്. അത് കറക്റ്റ് അല്ലേ? നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മളിപ്പോൾ മുമ്പ് എന്താണെന്ന് പഠിച്ചു അല്ലേ? അപ്പം അതിൽ എന്താണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ട്. അത് ഓപ്ഷൻ എ കറക്റ്റാണ്. ഓപ്ഷൻ ബി തെറ്റാണെന്ന് പറഞ്ഞു. കാരണം യൂണിഫോം പാറ്റേൺ അല്ല, അത് റാൻഡം ആയിട്ടാണ് ക്യാഷ് ബാലൻസ് എന്നാണ് ആ ഒരു മോഡൽ പ്രകാരം പറയുന്നത്. ഓപ്ഷൻ സി പറഞ്ഞു ടു റെക്ടിഫൈ ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ബൗമോൾസ് മോഡൽ. ബൗമോൾസ് മോഡലിൻ്റെ ഷോർട്ട് കമ്മിങ്സ് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം ഈ ഒരു ക്യാഷ് മാനേജ്മെൻറ്റിന് ആദ്യമായിട്ട് വന്ന മോഡലാണ് ബൗമോൾസ് മോഡൽ. ഈ ബൗമോൾസ് മോഡലിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ ഷോർട്ട് കമ്മിങ്സ് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വന്ന മോഡൽ തന്നെയാണെന്ത് ഈ മില്ലർ ഓർ മോഡൽ. അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കും.